കലോത്സവം അങ്ങനെ കൊല്ലത്തിന്റെ മണ്ണിൽ കൊട്ടിക്കയറുകയാണ്. ഇപ്പോൾ കലോത്സവ വേദിയിൽ നിന്ന് നിഖിൽ മലപ്പട്ടം ചേരുകയാണ്. നിഖിൽ, കലയുടെ പൂരം ആരംഭിച്ചിരിക്കുകയാണ്. കേരളം അങ്ങനെ കൊല്ലത്തേക്കും കൊല്ലം അങ്ങനെ കലയുടെ ഹൃദയത്തിലേക്കും കൺതുറന്നു എന്ന് പറയാവുന്ന രീതിയിലേക്ക് കലോത്സവ പൂരം പുരോഗമിക്കുന്നു. എന്താണ് വിശേഷങ്ങൾ? അഞ്ജന, കലോത്സവ പൂരം പുരോഗമിക്കുമ്പോൾ ശക്തമായ പോരാട്ടം അയൽക്കാർ തമ്മിൽ നടക്കുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ ഇപ്പോൾ മത്സരങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള പോയിന്റ് നില കണ്ണൂരും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടുന്ന കാഴ്ചയുണ്ട്. 58 പോയിന്റുകളാണ് ഇപ്പോൾ ഇരു ജില്ലകൾക്കും ഉള്ളത്. തൊട്ടു പിന്നാലെ കൊല്ലം, ആതിഥേയരായ കൊല്ലം 56 പോയിന്റുകളാണ്. ഈ 3 ജില്ലകളും തമ്മിൽ വലിയ പോരാട്ടം തന്നെ ആദ്യ ദിനം തന്നെ നടത്തുന്നു എന്നുള്ളതാണ്. കണ്ണൂർ 58, കോഴിക്കോട് 58, കൊല്ലം 56 എന്നിങ്ങനെയാണ് ഈ പോയിന്റ് നില ഉള്ളത്. ഏതായാലും മത്സരങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് എല്ലാ വേദികളിലും. വേദി 1-ൽ ഇപ്പോഴും മോഹിനിയാട്ടം മത്സരം പുരോഗമിക്കുന്നുണ്ട്. ഒരുപക്ഷെ സംഘനൃത്ത മത്സരത്തിനായുള്ള കാത്തിരിപ്പാണ് വേദി 1-ൽ ഉള്ളത്. കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ വേദികളിലേക്കെല്ലാം തന്നെ എത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഒപ്പം വിവിധ രചനാ മത്സരങ്ങൾ ഉൾപ്പെടെ ഇന്ന് നടന്നിരുന്നു. ആ മത്സരങ്ങളിലൂടെയൊക്കെ ഫലം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അഞ്ജന പറഞ്ഞതുപോലെ ആ ഒരു ആവേശത്തിലേക്ക് കൊല്ലം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഈ കലോത്സവം തുടങ്ങുമ്പോഴൊക്കെ കോഴിക്കോട് കലോത്സവം കഴിഞ്ഞ കോഴിക്കോട് കലോത്സവത്തിൻ്റെ ഒക്കെ കഥകൾ പറഞ്ഞൊക്കെയായിരുന്നു നമ്മൾ തുടങ്ങിയത്. കോഴിക്കോടിൻ്റെ ആവേശത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ കോഴിക്കോടിനൊപ്പവും കണ്ണൂരിനൊപ്പവും ഒക്കെ എത്തുന്ന ആവേശം ഈ കലോത്സവത്തിൻ്റെ സംഘാടനത്തിലും അതിനൊപ്പം തന്നെ ഈ മത്സരത്തിലും കൊല്ലം ജില്ല ഇപ്പോൾ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ പോയിന്റ് നിലയിൽ നിന്നടക്കം വ്യക്തമാക്കുന്നത്. ഈ 3 ജില്ലകളെ പറ്റി നമ്മൾ പറയുമ്പോഴും ആരും മോശക്കാരല്ല. എല്ലാ ജില്ലകളും തന്നെ ഈ മത്സര ഇനങ്ങളിൽ വളരെ വാശിയോടുകൂടി പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ മത്സരാർത്ഥികൾ തമ്മിലുള്ള സൗഹൃദം, അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു. അതിനൊപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ കൈരളിയുടെ ഉൾപ്പെടെയുള്ള മീഡിയ പവലിയനുകളിലേക്ക് ഈ മത്സര ശേഷം എത്തുന്ന വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ ആ മത്സരത്തിൻ്റെ ഒരു പിരിമുറുക്കം പൂർത്തിയാക്കിയതിന് ശേഷം ആ കല അവർക്കുള്ളിലെ കല കൂടുതൽ ആളുകളിലേക്ക്, അതായത് ഈ കലോത്സവത്തിലെ വേദിയിലേക്ക് എത്താനാവാത്ത ആളുകളിലേക്ക് ചാനലുകളിലൂടെയും മറ്റും എത്തിക്കുന്നതിനായി എത്തുന്ന കുട്ടികളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു കളറാകുന്ന സാഹചര്യത്തിലേക്ക് കൊല്ലം ആശ്രമ മൈതാനത്തെ പ്രധാന വേദി ഉൾപ്പെടെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ രാത്രിയാകുന്നതോടുകൂടി കുറച്ചുകൂടി ഈ നമ്മൾ പറയുന്ന കളർഫുൾ എന്ന രീതിയിലേക്ക് കലോത്സവത്തിൻ്റെ കാഴ്ചകൾ മാറാൻ പോവുകയാണ്. ആദ്യ ദിനം നമുക്കറിയാം രചനാ മത്സരങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് വേദികൾ അത്രത്തോളം സജീവമായിരുന്നില്ല. എന്നാൽ അതേസമയം നമ്മൾ അല്പസമയം മുൻപ് കണ്ട റിപ്പോർട്ട് പോലെ ചാക്യാർകൂത്ത് ഉൾപ്പെടെയുള്ള അതുപോലുള്ള മത്സരങ്ങൾ, മാർഗംകളി, ചാക്യാർകൂത്ത് പോലുള്ള മത്സരങ്ങൾ മറ്റ് വേദികളിൽ നടന്നിരുന്നു. വേദി 7-ലും വേദി 2-ലുമൊക്കെയായി ആ മത്സരങ്ങളൊക്കെയും തന്നെ കാണാൻ നല്ല രീതിയിൽ ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും കൂടുതൽ ആളുകൾ ആശ്രമ മൈതാനത്തെ പ്രധാന വേദിയിലേക്ക് എത്തുകയാണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച കലോത്സവം അവിടുന്ന് തൊട്ട് ഇങ്ങോട്ട് സംഗീത സാന്ദ്രമായും താള ലയ ചുവടുകളുടെ ഒരു ഭംഗിയാലുമൊക്കെ ആളുകളുടെ മനം കവർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചയുടെ ഭാഗമാകാൻ, ഈ കാഴ്ച വസന്തത്തിൻ്റെ ഭാഗമായി മാറാൻ കൊല്ലത്തേക്ക് കൂടുതൽ ആളുകൾ ആശ്രമ മൈതാനത്തെ പ്രധാന വേദിയിലേക്ക് ഉൾപ്പെടെ എത്തുകയാണ്. ഞാനീ പറഞ്ഞതുപോലെ ജില്ലകൾ തമ്മിലുള്ള മത്സരം വലിയ രീതിയിൽ കടുക്കുന്ന ഒരു സാഹചര്യം പോയിന്റ് നിലയിലുണ്ട്. അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ പങ്കാളിത്തം ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം ഈ ആദ്യ ദിനം തന്നെ ഇത്രത്തോളം ആവേശത്തിലേക്ക് എത്തിയ സ്ഥിതിക്ക് കലോത്സവം 8-ാം തീയതി വരെ ഉണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവം നാളെ മുതൽ അങ്ങോട്ട് കൂടുതൽ സജീവമായി വേദികളെല്ലാം മാറാൻ പോവുകയാണ്. അപ്പോൾ വലിയ ആവേശത്തിൽ കൂടുതൽ കാണികൾ എത്തുന്ന സാഹചര്യമുണ്ടാകും. ഒപ്പം തന്നെ മത്സരവും വലിയ രീതിയിൽ കടുക്കുന്ന സാഹചര്യമുണ്ടാകും. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിൽ തുടക്കത്തിൽ തന്നെ കാണുമ്പോൾ വരുന്ന 4 ദിവസങ്ങളിലും മത്സര ഇനങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശം നമുക്ക് കാണാനാകുമെന്നത് ഉറപ്പാണ്. ഒപ്പം രചനാ മത്സരങ്ങൾ ഉൾപ്പെടെ പൂർത്തിയായ സ്ഥിതിക്ക് എത്രത്തോളം സർഗാത്മകമായ വരികൾ നമ്മുടെ കുട്ടികൾ എഴുതി തീർത്തിട്ടുണ്ട്, അവർ വേദികളിൽ എത്രത്തോളം ആവേശത്തോടുകൂടി അവരുടെ പ്രതിഭ കാണിച്ചുകൊണ്ട് നിറഞ്ഞാടുന്നുണ്ട് തുടങ്ങിയ കാഴ്ചകളെല്ലാം നമ്മൾ ഇന്ന് രാവിലെ മുതൽ തത്സമയം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ സ്കൂൾ കലോത്സവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് മത്സരം എന്ന സ്വഭാവം ആ വേദിയിൽ ആ മത്സരത്തിൻ്റെ നിശ്ചിത സമയത്ത്, അതായത് 5 മിനിറ്റോ 2 മിനിറ്റോ ആ ഒരു സമയം, അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരം ഇല്ല എന്നുള്ളതാണ്. അവിടെ അത് തീരുന്നു. ആ വേദിയിൽ അവരുടെ പ്രകടനം നടത്തുന്നതോടുകൂടി മത്സരം തീരുന്നു. പിന്നീട് ആ സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ കാഴ്ചകൾ, അതാണ് എക്കാലത്തും സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ കലോത്സവങ്ങളുടെ എല്ലാ വേദികളും കാണിച്ചിട്ടുള്ളത്. സമാനമായ കാഴ്ച, സൗഹൃദ കാഴ്ചയായി തന്നെ ഇവിടെയും മാറുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം അതിൻ്റെ എല്ലാ ആവേശത്തോടും കൂടി കൊല്ലത്ത് പുരോഗമിക്കുകയാണ്. വലിയ രീതിയിൽ ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം വേദികളിലൊക്കെ ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലേക്ക് നാളെ മുതലാണ് ഒരുപക്ഷെ മത്സരങ്ങൾ കൂടുതൽ സജീവമാകാൻ പോകുന്നത്. അങ്ങനെ മത്സരങ്ങൾ സജീവമാകുകയാണ്. മത്സരങ്ങൾ കൊല്ലത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഖിലാണ് വിവരങ്ങൾ നൽകുന്നത്.